ടെലിവിഷൻ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായർ. ഇന്ന് ഫ്ലവേഴ്സ് ടിവി, 24 ന്യൂസ് എന്നീ ചാനലുകളുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഇദ്ദേഹം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ കാലത്ത് ടെലിവിഷൻ ചാനലുകൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതേസമയം ഇപ്പോഴും ആർട്ടിസ്റ്റുകൾ വലിയ പ്രതിഫലമാണ് വാങ്ങുന്നതെന്ന് ശ്രീകണ്ഠൻ നായർ പറയുന്നു. ബ്രോഡ്കാസ്റ്റ് ലീഡേഴ്സ് ടോക്കിന്റെ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. എന്റെ ആത്മവിമർശനമായി ഞാൻ കാണുന്നത് പല ആർട്ടിസ്റ്റുകളെയും വഷളാക്കിയതിൽ എനിക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം അവർക്ക് അർഹതപ്പെടാത്ത പണം നമ്മൾ വെച്ച് നീട്ടുകയും അവർ പിന്നെ അത് അവരുടെ അവകാശമാക്കി മാറ്റുകയും ചെയ്തു. വിദേശ നാടുകളിൽ പോയി കഴിഞ്ഞാൽ വേദികളിൽ ഇപ്പോൾ മിമിക്രി പോലും വിറ്റു പോകുന്നില്ല. കലാകാരന്മാർ അത് തിരിച്ചറിയണം. ഈ അടുത്ത് ഒരു സംഭവം എന്റെ ഓഫീസിലുണ്ടായി. ഒരു ആർട്ടിസ്റ്റ് അയാൾക്ക് കുറച്ച് കാശ് വേണമെന്ന് എന്നോട് പറഞ്ഞു. നിങ്ങളുടെ കാശ് കുറയ്ക്കുകയേ ഇപ്പോൾ മാർഗമുള്ളൂ, അല്ലാതെ രക്ഷയില്ലെന്ന് ഞാൻ പറഞ്ഞു. ടെലിവിഷനിൽ വരുന്ന ഓരോ പ്രോഗ്രാമിന്റെയും വരവും ചെലവും കണക്കുകൂട്ടിയാൽ നഷ്ടമേ നമുക്ക് കാണാനാകൂ. ഞാനത് ആ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ പുള്ളി തയ്യാറല്ല. പിന്നീടാണ് എന്റെ അക്കൗണ്ടന്റ് എന്നോടൊരു കാര്യം പറഞ്ഞത്. 10 കോടി രൂപയാണ് ഈ മനുഷ്യന് ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. 10 രൂപ ഈ സ്ഥാപനത്തിന്റെ പ്രധാന നിക്ഷേപകരിൽ ഒരാളായ ഗോകുലം ഗോപാലേട്ടന് കിട്ടിയിട്ടില്ല. അതാണ് ശരിക്കും അവസ്ഥ. അപ്പോൾ നമ്മളിൽ ആരാണ് മണ്ടൻ? ടെലിവിഷൻ അവതാരകനായി ഏഷ്യാനെറ്റിൽ ഞാൻ നടന്ന കാലമുണ്ടായിരുന്നു. ദൂരദർശനിൽ ഉണ്ടായിരുന്നു. എന്തൊരു സമാധാനമായിരുന്നു എന്നറിയാമോ? ഇപ്പോഴുള്ള പ്രശ്നം ഉറക്കം വരാത്ത രാത്രികളായിരിക്കും കൂടുതലും എന്നതാണെന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. കേരളത്തിലെ വളരെ പ്രശസ്തയായ അഭിനേത്രി കേരളത്തിലെ ബഹുമാന്യനായ ആളിന്റെ പരിപാടിക്ക് പോയി. ഞാനായിരുന്നു ആ അഭിനേത്രിയെ അങ്ങോട്ട് കണക്ട് ചെയ്ത് വിട്ടത്. അദ്ദേഹം ഒരു 2 ലക്ഷം രൂപയെ തരൂ, നിങ്ങൾക്ക് അതിൽ കൂടുതലൊക്കെയായിരിക്കും വേതനം, അതുകൊണ്ട് അത് തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞു. അവർ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു പോയി. അവർ പ്രോഗ്രാമൊക്കെ ചെയ്ത് സന്തോഷമായി മടങ്ങി വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ചു. എനിക്ക് 2 ലക്ഷം രൂപയുടെ ചെക്ക് വേണ്ട, 3 ലക്ഷം രൂപയിൽ കുറച്ച് ഞാൻ വാങ്ങാറില്ലെന്നും പറഞ്ഞു. കേരളത്തിലെ സിറ്റുവേഷൻ മോശമാണ്. മാത്രമല്ല അദ്ദേഹത്തെ പോലൊരു ആദരണീയന്റെ ജീവിതത്തെ ആദരിച്ചതാണ്. പിന്നെ നിങ്ങളോട് പറയുകയും ചെയ്തിരുന്നെന്ന് ഞാൻ മറുപടി നൽകി. ഇല്ലില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പൈസ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. 3 ലക്ഷം രൂപ വാങ്ങി ഞാൻ അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. കേരളത്തിലെ മിക്ക ആർട്ടിസ്റ്റുകളുടെയും 1 രൂപ പോലും ടെലിവിഷൻ നിർമ്മാണത്തിനോ സിനിമാ നിർമ്മാണത്തിനോ കുറയ്ക്കാൻ തയ്യാറല്ല. മറ്റുള്ള ഭാഷയിലും അങ്ങനെയാണെന്നും ശ്രീകണ്ഠൻ നായർ പറയുന്നു.